വെൽക്കം ബാക്ക് ടു PSC കരിയേഴ്സ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് 2026 മെയ്യിലെ പ്രധാനപ്പെട്ട കറണ്ട് അഫെയർ ചോദ്യ ഉത്തരങ്ങളാണ്. നമ്മൾ ഇന്നലെ ഒരു വീഡിയോ ഇട്ടിരുന്നു, അത് മോക്ക് ടെസ്റ്റ് ആയിരുന്നു. ഇത് ബാക്കി ക്വസ്റ്റ്യൻ ആൻസേഴ്സ് ആണ്. എങ്കിൽ തുടങ്ങാം. മുഖ്യമന്ത്രിമാരും സംസ്ഥാനങ്ങളും. കേരളത്തിലെ മുഖ്യമന്ത്രി ആരാണ്? കേരളത്തിൽ ആരാണ് മുഖ്യമന്ത്രി? VD സതീശനാണ്. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ നിന്ന് വിജയിച്ച് വന്ന മുഖ്യമന്ത്രിയാണ് നമ്മുടെ VD സതീശൻ. എന്നാൽ പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രി ആരാണ്? പശ്ചിമ ബംഗാളിൽ ആരാണ് മുഖ്യമന്ത്രി? അത് സുവേന്ദു അധികാരി എന്ന വ്യക്തിയാണ്. സുവേന്ദു അധികാരി എവിടത്തെ മുഖ്യമന്ത്രിയാണ്? പശ്ചിമ ബംഗാളിലെ മുഖ്യമന്ത്രിയാണ്. തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? അതെല്ലാവർക്കും അറിയാം അല്ലേ? തമിഴ്നാട്ടിലെ മുഖ്യമന്ത്രി ആരാണ്? ഇളയ ദളപതി എന്നൊക്കെ അറിയപ്പെടുന്ന നമ്മുടെ വിജയ്, ജോസഫ് വിജയ്. അദ്ദേഹത്തിൻ്റെ പാർട്ടി ഏതാണ്? തമിഴക വെട്രിക്കഴകം, TVK ആണ്. തമിഴക വെട്രിക്കഴകം. അതിൻ്റെ ചിഹ്നം എന്താണ്? വിസിലാണ് കേട്ടോ. തമിഴക വെട്രിക്കഴകം സ്ഥാപിച്ചത് ജോസഫ് വിജയ് ആണ്. അദ്ദേഹം TVK പാർട്ടി, ചിഹ്നം വിസിലാണ് കൊണ്ടുവന്നിരിക്കുന്നത്. ആസാമിലെ മുഖ്യമന്ത്രി ആരാണ്? ആസാമിലെ മുഖ്യമന്ത്രി ആരാണ്? ഹിമന്ത ബിശ്വ ശർമ്മ. BJP-യിൽ നിന്ന് ഹിമന്ത ബിശ്വ ശർമ്മയാണ് ആസാമിലെ മുഖ്യമന്ത്രി. എന്നാൽ പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി ആരാണ്? പുതുച്ചേരിയിലെ മുഖ്യമന്ത്രി ആരാണ്? N രംഗസ്വാമി. രംഗസ്വാമി എവിടുത്തെ മുഖ്യമന്ത്രിയാണ്? പുതുച്ചേരിയിലെ മുഖ്യമന്ത്രിയാണ്. കേരളത്തിൽ ആരാണ്? VD സതീശനാണ്. പശ്ചിമ ബംഗാളിലെ സുവേന്ദു അധികാരിയാണ്. തമിഴ്നാട്ടിലെ ജോസഫ് വിജയ്, TVK. ആസാമിലെ ഹിമന്ത ബിശ്വ ശർമ്മ, പുതുച്ചേരിയിലെ N രംഗസ്വാമി എന്നിവരാണ്. കേരള പോലീസ് ലഹരി വിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ആരംഭിച്ച പുതിയ കർമ്മ പദ്ധതി ഏതാണ്? എന്താണ് കേരള പോലീസിന്റെ ലഹരി വിരുദ്ധമായിട്ടുള്ള പദ്ധതി ഏതാണ്? ഓപ്പറേഷൻ തൂഫാൻ. ഓപ്പറേഷൻ തൂഫാൻ എന്നത് കേരള പോലീസിന്റെ ലഹരി വിരുദ്ധ പ്രവർത്തനത്തിനുള്ള പദ്ധതിയാണ്. മൃഗങ്ങളുടെ ശബ്ദങ്ങളും ഭാവങ്ങളും മനുഷ്യ ഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെഷീൻ ഷവൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? ചൈനയാണ് കേട്ടോ. മൃഗങ്ങളുടെ ശബ്ദവും ഭാവങ്ങളും മനുഷ്യനെ മനസ്സിലാവുന്ന രീതിയിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെഷീൻ ഷവൽ വികസിപ്പിച്ച രാജ്യം ഏതാണ്? അത് ചൈനയാണ്. AIAAയുടെ ഗോദ്ദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യൻ ബഹിരാകാശ ദൗത്യം ഏതാണ്? AIAAയുടെ ഗോദ്ദാർഡ് ആസ്ട്രോനോട്ടിക്സ് പുരസ്കാരം നേടിയ ഇന്ത്യയുടെ ബഹിരാകാശ ദൗത്യം ഏതാണത്? ചന്ദ്രയാൻ 3 ആണ് കേട്ടോ. ചന്ദ്രയാൻ 3 ആണ്. 32 തവണ മൗണ്ട് എവറസ്റ്റ് കീഴടക്കി ലോക റെക്കോർഡ് തിരുത്തിയ ഷെർപ്പ ആരാണ്? 32 തവണ എവറസ്റ്റ് കീഴടക്കിയിട്ട് ലോകത്തിന് റെക്കോർഡ് തിരുത്തിയ ഷെർപ്പ ആരാണ്? കാമിറിത ഷെർപ്പയാണ് ലോക റെക്കോർഡ് തന്നെ തിരുത്തിയത്. നെക്സ്റ്റ്, റാബിറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഓക്കനോഷിമ ദ്വീപ് ഏത് രാജ്യത്ത് സ്ഥിതി ചെയ്യുന്നു? റാബിറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന സ്ഥലം ഏതാണ്? ഏത് ദ്വീപാണ്? ഓക്കനോഷിമ ദ്വീപാണ്. അത് ഏത് രാജ്യത്താണ് സ്ഥിതി ചെയ്യുന്നത്? ജപ്പാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലാണ് ഓക്കനോഷിമ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗ്രാൻഡ് ക്രോസ് ഓഫ് ദി റോയൽ നോർവീജിയൻ ഓർഡർ ഓഫ് മെറിറ്റ് പുരസ്കാരം സമ്മാനിച്ച രാജ്യം ഏതാണ്? അതിൽ തന്നെയുണ്ട് ആൻസർ. നോർവീജിയൻ പുരസ്കാരം നേടിയ ആരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. നോർവേയുടെ ഗ്രാൻഡ് ക്രോസ് നേടിയത് ആരാണ്? നരേന്ദ്രമോദിയാണ്. നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ് നോർവേ പുരസ്കാരം നേടിയത്. നെക്സ്റ്റ്, ചന്ദ്രനിൽ സ്ഥിരമായ ഒരു താവളം സ്ഥാപിക്കുന്നതിനായി നാസ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? എന്താണ്? ചന്ദ്രനിൽ സ്ഥിരമായി ഒരു താവളം സ്ഥാപിക്കാനായിട്ട് നാസ ആവിഷ്കരിച്ച പദ്ധതി ഏതാണ്? ആർട്ടമിസ് പദ്ധതിയാണ്. ആർട്ടമിസ് പദ്ധതി പ്രകാരം ചന്ദ്രനിൽ ഒരു സ്ഥിര താവളം സ്ഥാപിക്കാമെന്ന് പറയുന്നു. ഇന്ത്യ വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന പദ്ധതിയുടെ പേര് എന്താണ്? ഇന്ത്യ വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന പദ്ധതിയുടെ പേരെന്താണ്? അംകയാണ് കേട്ടോ. AMCA. അഡ്വാൻസ്ഡ് മീഡിയം കോമ്പാക്റ്റ് എയർക്രാഫ്റ്റ്. അംകയാണ് ഇന്ത്യ വികസിപ്പിക്കുന്ന 5ാം തലമുറ സ്റ്റെൽത്ത് യുദ്ധവിമാന പദ്ധതിയുടെ പേര്. കേരള നിയമസഭയിലെ പുതിയ ഗവൺമെന്റിന്റെ ചീഫ് വിപ്പായി നിയമിതനായത് ആരാണ്? കേരള നിയമസഭയിലെ പുതിയ ഗവൺമെന്റ് ചീഫ് വിപ്പ് ആരാണ്? അപ്പു ജോസഫ് ആണ്. 2026 മെയ് 27 ജവഹർലാൽ നെഹ്റുവിന്റെ എത്രാമത്തെ ചരമവാർഷികമാണ് ആഘോഷിച്ചത്? എന്താണ്? 62ാമത്തെ ചരമവാർഷികം. ആരുടെയാണ്? ജവഹർലാൽ നെഹ്റുവിന്റെ.
എപ്പോഴാണ്? 2026 മെയ് 27-ന് 62ാമത്തെ ചരമവാർഷികം ജവഹർലാൽ നെഹ്റുവിൻ്റെ ആചരിച്ചു. മൃഗങ്ങളുടെ ശബ്ദവും ഭാവങ്ങളും, ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞതാണ്, എങ്കിലും മൃഗങ്ങളുടെ ശബ്ദവും ഭാവങ്ങളും മനുഷ്യഭാഷയിലേക്ക് വിവർത്തനം ചെയ്യാനായിട്ട് സഹായിക്കുന്ന മെഷീൻ ഷവൽ വികസിപ്പിച്ച രാജ്യം ചൈനയാണ്. ബഹിരാകാശത്തെത്തുന്ന ഹോങ്കോങ്ങിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ്? ബഹിരാകാശത്തെത്തുന്ന ഹോങ്കോങ്ങിൽ നിന്നുള്ള ആദ്യ വ്യക്തി ആരാണ്? ലീ ജിയായിങ്. ലീ ജിയായിങ് എവിടത്തെയാണ്? ഹോങ്കോങ്ങിൽ നിന്നുള്ള വ്യക്തിയാണ്. ഇനി വരുന്ന മത്സര പരീക്ഷയ്ക്ക് ഈ ക്വസ്റ്റ്യൻ എന്തായാലും പ്രതീക്ഷിക്കാം കേട്ടോ. ലീ ജിയായിങ് ഹോങ്കോങ്ങിൽ നിന്നുള്ള ബഹിരാകാശ സഞ്ചാരിയാണ്. നെക്സ്റ്റ്, റഷ്യ അടുത്തിടെ പ്രയോഗിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈൽ ഏതാണ്? എന്താണ്? റഷ്യ ഈ ഇടയ്ക്ക് പ്രയോഗിച്ച ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലിൻ്റെ പേരെന്താണ്? ഒറേഷ്നിക്. ഒറേഷ്നിക് എന്നത് റഷ്യയുടെ ഹൈപ്പർസോണിക് ബാലിസ്റ്റിക് മിസൈലാണ്. 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിൽ പാം ഡി ഓർ പുരസ്കാരം നേടിയ ഫിലിം ഏതാണ്? എന്താണ്? ഫ്ലോർഡ് ആണ്. ഫ്ലോർഡ് എന്നത് 79ാമത് കാൻ ഫിലിം ഫെസ്റ്റിവലിലെ പാം ഡി ഓർ പുരസ്കാരം നേടിയ ഫിലിമാണ്. എബോളയുടെ ബുണ്ടിബുഗ്വ വകഭേദത്തിനെതിരെ ലോകത്തിലെ ആദ്യത്തെ വാക്സിൻ വികസിപ്പിക്കുന്നത് ഏത് സർവകലാശാലയാണ്? എന്താണ്? എബോളയുടെ ഒരു വകഭേദമാണ് ബുണ്ടിബുഗ്വ. ഈ വകഭേദത്തിനെതിരെ ലോകത്തിലെ ആദ്യ വാക്സിൻ ഉണ്ടാക്കിയ യൂണിവേഴ്സിറ്റി ഏതാണ്? ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിലാണ്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് എബോളയ്ക്കെതിരെ ആദ്യമായിട്ട് ഇപ്പോൾ നിലവിൽ വാക്സിൻ കൊണ്ടുവന്നിരിക്കുന്നത്. കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായ IAS ഉദ്യോഗസ്ഥൻ ആരാണ്? എന്താണ്? കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയായി നിയമിതനായിട്ടുള്ള IAS ഉദ്യോഗസ്ഥൻ ആരാണ്? രത്തൻ യു ഖേൽക്കർ ആണ് പുതിയ IAS ഉദ്യോഗസ്ഥൻ. കേരള മുഖ്യമന്ത്രിയുടെ പുതിയ സെക്രട്ടറിയാണ് രത്തൻ യു ഖേൽക്കർ, അദ്ദേഹം. നെക്സ്റ്റ്, വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മറികടന്ന ലോകത്തിലെ 5ാമത്തെ ഏറ്റവും വലിയ ഓഹരി വിപണിയായ രാജ്യം ഏതാണ്? എന്താണ്? വിപണി മൂല്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ, വാല്യൂവിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്ത്യയെ മറികടന്ന ലോകത്തിലെ തന്നെ 5ാമത് ഏറ്റവും വലിയ ഓഹരി വിപണിയായിട്ടുള്ള രാജ്യം ഏതാണ്? അത് തായ്വാനാണ് കേട്ടോ. ഇന്ത്യയെ മറികടന്ന് തായ്വാനാണ് ഇപ്പോൾ മുന്നിലേക്ക് പോയിരിക്കുന്നത്. 2026 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏതാണ്? എന്താണ്? 2026 ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ കൃതി ഏതാണ്? അത് തായ്വാൻ ട്രാവലോഗാണ്. തായ്വാൻ ട്രാവലോഗാണ് 2026 ഇപ്പോൾ നിലവിൽ ഇൻ്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയിട്ടുള്ള ഏറ്റവും പുതിയ കൃതി, തായ്വാൻ ട്രാവലോഗ്. കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത് ആരാണ്? മുഹമ്മദ് ഷാ. മുഹമ്മദ് ഷായാണ് കേരള ഹൈക്കോടതിയിലെ പുതിയ അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി നിയമിതനായത്. സ്കൂളുകളിലും മദ്രസകളിലും ദിവസവും വന്ദേ മാതരം ആലപിക്കുന്നത് നിർബന്ധമാക്കിയ സംസ്ഥാനം ഏതാണ്? എവിടെയാണ്? പശ്ചിമ ബംഗാളിലാണ് കേട്ടോ. പശ്ചിമ ബംഗാളിലാണ് സ്കൂളുകളിലും മദ്രസകളിലും ഡെയിലി വന്ദേ മാതരം പാടണം എന്ന് നിർബന്ധമാക്കിയിരിക്കുന്നത്. സിൽവർ ലൈൻ പദ്ധതിക്ക് പകരമായി UDF സർക്കാർ ലക്ഷ്യമിടുന്ന ഇപ്പോഴത്തെ നിലവിൽ റെയിൽവേ പദ്ധതി ഏതാണ്? സിൽവർ ലൈനിന് പകരം ഇപ്പോൾ UDF സർക്കാരാണ് നിലവിൽ വന്നിരിക്കുന്നത്. അവർ ലക്ഷ്യമിടുന്ന റെയിൽവേ പദ്ധതി ഏതാണ്? അതിവേഗ റെയിൽ ഇടനാഴിയാണ്. ഹൈ സ്പീഡ് റെയിൽ കോറിഡോർ. IPL ചരിത്രത്തിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സറുകൾ നേടിയ ഇന്ത്യൻ താരമായി മാറിയത് ആരാണ്? എന്താണ്? IPLലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയ ഇന്ത്യൻ താരമായിട്ട് മാറിയത് ഇപ്പോൾ നിലവിൽ ആരാണ്? വൈഭവ് സൂര്യവംശി. വൈഭവ് സൂര്യവംശി IPLലെ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ സിക്സർ നേടിയിട്ടുള്ള ഇന്ത്യൻ താരം ആരാണ്? വൈഭവ് സൂര്യവംശി. മലയാറ്റൂർ ഫൗണ്ടേഷൻ സാഹിത്യ പുരസ്കാരം നേടിയ സാഹിത്യകാരൻ ആരാണ്? KV മോഹൻകുമാർ. KV മോഹൻകുമാറാണ് നിലവിൽ ഇപ്പോൾ മലയാറ്റൂർ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ പുരസ്കാരം നേടിയിരിക്കുന്നത്. 2026 ലോക ജൈവ വൈവിധ്യ ദിനം എന്നാണ്? മെയ് 22 കേട്ടോ ലോക ജൈവ വൈവിധ്യ ദിനം. അന്നത്തെ പ്രമേയം എന്താണ്? മെയ് 22 ലോക ജൈവ വൈവിധ്യ ദിനത്തിൻ്റെ പ്രമേയം ആക്ടിങ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ്. ആക്ടിങ് ലോക്കലി ഫോർ ഗ്ലോബൽ ഇമ്പാക്റ്റ് എന്നതാണ്. കേരള സർക്കാർ ആരംഭിച്ച അഴിമതി വിരുദ്ധ പദ്ധതി ഏതാണ്? എന്താണ്? കേരള ഗവൺമെൻറ്റിൻ്റെ പുതിയ അഴിമതി വിരുദ്ധ പദ്ധതി ഏതാണ്? പ്രൊജക്റ്റ് 0 വന്നത് എന്താണ്? അഴിമതി വിരുദ്ധ പദ്ധതി എന്ന.
കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കർ ആരാണ്? ഇപ്പോൾ നിലവിലെ 25ാമത് സ്പീക്കർ ആരാണ്? കേരള നിയമസഭയിലെ 25ാമത് സ്പീക്കർ ആരാണ്? തിരുവഞ്ചൂർ രാധാകൃഷ്ണനാണ് ഇപ്പോൾ കേരള നിയമസഭയുടെ 25ാമത് സ്പീക്കർ. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഇപ്പോൾ വിവാദമായ ഒന്നാണ് കോക്രോച്ച് ജനതാ പാർട്ടി എന്നത് അല്ലേ. CJP, കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാരഡി രാഷ്ട്രീയ ആശയത്തിന്റെ സ്ഥാപകൻ ആരാണ്? കോക്രോച്ച് ജനതാ പാർട്ടി എന്ന പാരഡി രാഷ്ട്രീയ ആശയത്തിന്റെ സ്ഥാപകൻ ആരാണ്? അഭിജിത്ത് ദീപക് ആണ്. അഭിജിത്ത് ദീപക്. 2026 മെയ് 24-ന് 141ാമത് ജന്മവാർഷികം ആഘോഷിച്ച അധസ്ഥിതരുടെ വിമോചന നായകൻ എന്ന് അറിയപ്പെടുന്ന വ്യക്തി ആരാണ്? എന്താണ് 2026 മെയ് 24-ന് 141ാമത് ജന്മവാർഷികം ആഘോഷിച്ച അധസ്ഥിതരുടെ വിമോചക നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി ആരാണ്? ഇത് പണ്ഡിറ്റ് KP കറുപ്പനാണ്. പണ്ഡിറ്റ് KP കറുപ്പൻ. നെക്സ്റ്റ്, ഇപ്പോൾ നിലവിലുള്ള കേരള മന്ത്രിസഭയും അതിലെ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാരുമാണ്. ഇപ്പോൾ മുഖ്യമന്ത്രി VD സതീശനാണ്. VD സതീശൻ അദ്ദേഹത്തിന്റെ വകുപ്പുകൾ, മുഖ്യമന്ത്രിയാണ് ധനകാര്യം, നിയമം, തുറമുഖം എന്നീ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന എന്ന വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? VD സതീശനാണ് അല്ലെ. മുഖ്യമന്ത്രിയാണ് VD സതീശൻ. ധനകാര്യ വകുപ്പും നിയമ വകുപ്പും തുറമുഖ വകുപ്പുകളും കൈകാര്യം ചെയ്യുന്നത് VD സതീശനാണ്. രണ്ടാമത്തേത് രമേശ് ചെന്നിത്തലയാണ്. രമേശ് ചെന്നിത്തല ആഭ്യന്തര വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. വിജിലൻസും കൈകാര്യം ചെയ്യുന്നത് ആരാണ്? രമേശ് ചെന്നിത്തലയാണ്. നെക്സ്റ്റ് PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടി അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വ്യവസായമാണ്. വ്യവസായം, വാണിജ്യം, IT. വ്യവസായം, വാണിജ്യം, IT എന്നിവ ആരുടെ കയ്യിലാണ്? PK കുഞ്ഞാലിക്കുട്ടിയാണ്. PK കുഞ്ഞാലിക്കുട്ടിയുടെ വകുപ്പുകൾ എന്തൊക്കെയാണ്? IT ഉണ്ട്, വാണിജ്യമുണ്ട്, വ്യവസായമുണ്ട്. സണ്ണി ജോസഫ് അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് വൈദ്യുതിയും പരിസ്ഥിതിയുമാണ്. വൈദ്യുതി, പരിസ്ഥിതി വകുപ്പുകൾ മന്ത്രി ആരാണ്? സണ്ണി ജോസഫ് ആണ്. നെക്സ്റ്റ് CP ജോൺ ആണ്. CP ജോൺ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് പ്രധാനമായും ഗതാഗതമാണ്. CP ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് ഏതാണ്? ഗതാഗതമാണ്. AP അനിൽകുമാർ അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് റവന്യൂ, സർവേ എന്നീ 2 ഡിപ്പാർട്ട്മെന്റുകളാണ്. റവന്യൂ, സർവേ എന്നീ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ കൈകാര്യം ചെയ്യുന്നത് ആരാണ്? AP അനിൽകുമാർ ആണ്. PC വിഷ്ണുനാഥ് കൈകാര്യം ചെയ്യുന്നത് ടൂറിസം സാംസ്കാരിക മന്ത്രിയാണ്. ടൂറിസം സാംസ്കാരിക മന്ത്രി ആരാണ്? PC വിഷ്ണുനാഥ് ആണ്. ബിന്ദു കൃഷ്ണ കൈകാര്യം ചെയ്യുന്നത് തൊഴിൽ ആണ്. പിന്നെ വനിതാ ശിശുക്ഷേമം വകുപ്പുകൾ ആരുടെ കയ്യിലാണ്? തൊഴിൽ, വനിതാ ശിശുക്ഷേമം ആരാണ്? ബിന്ദു കൃഷ്ണയാണ്. നെക്സ്റ്റ് കെ മുരളീധരൻ അദ്ദേഹം ആരോഗ്യം, ദേവസ്വം എന്നീ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. കെ മുരളീധരൻ ആരോഗ്യം, ദേവസ്വം വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നത്. ജലവിഭവം ആരാണ് ഡിപ്പാർട്ട്മെന്റ്? ആരുടെ കയ്യിലാണ് ജലവിഭവം എന്ന ഡിപ്പാർട്ട്മെന്റ് ഉള്ളത്? മോൻസ് ജോസഫ് ആണ് ജലവിഭവം കൈകാര്യം ചെയ്യുന്ന വകുപ്പ് മന്ത്രി. ഷിബു ബേബി ജോൺ കൈകാര്യം ചെയ്യുന്നത് എന്താണ്? വന്യജീവി സംരക്ഷണം. വനവും വന്യജീവി സംരക്ഷണവും ആരാണ് കൈകാര്യം ചെയ്യുന്നത്? ഷിബു ബേബി ജോൺ ആണ്. അനൂപ് ജേക്കബ് ഭക്ഷണം, സിവിൽ സപ്ലൈ, ഫുഡുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആരാണ് കൈകാര്യം ചെയ്യുന്നത്? അത് അനൂപ് ജേക്കബ് ആണ്. ഭക്ഷണം, സിവിൽ സപ്ലൈ എന്നിവ ആരുടെ കയ്യിലാണ്? അനൂപ് ജേക്കബ് ആണ് കൈകാര്യം ചെയ്യുന്നത്. PK ബഷീർ ആണ് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി. PK ബഷീർ ആരാണ്? പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയാണ്. VE അബ്ദുൾ ഗഫൂർ എന്ത് മന്ത്രിയാണ്? ഫിഷറീസ് ആണ്. മത്സ്യബന്ധനം, ഫിഷറീസ്, സാമൂഹിക നീതി എന്നീ വകുപ്പുകൾ ആരാണ്? VE അബ്ദുൾ ഗഫൂർ ആണ്. ടി സിദ്ദിഖ് അഗ്രികൾച്ചർ കൈകാര്യം ചെയ്യുന്നത്. കൃഷി വകുപ്പ് ആരാണ്? ടി സിദ്ദിഖ് ആണ്. KA തുളസി പട്ടികജാതി പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? KA തുളസിയാണ്. OJ ജനീഷ് എന്ത് വകുപ്പാണ്? കായികം, യുവജനക്ഷേമ വകുപ്പ് മന്ത്രി ആരാണ്? OJ ജനീഷ് ആണ്. നെക്സ്റ്റ് റോജി എം ജോൺ കൈകാര്യം ചെയ്യുന്ന വകുപ്പ് എന്താണ്? ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ആരാണ്? റോജി എം ജോൺ ആണ്. എൻ ഷംസുദ്ദീൻ ആരാണ്? പൊതുവിദ്യാഭ്യാസ വകുപ്പ് ആരാണ് കൈകാര്യം ചെയ്യുന്നത്? എൻ ഷംസുദ്ദീൻ ആണ്. എം ലിജു അദ്ദേഹം കൈകാര്യം ചെയ്യുന്നത് എന്താണ്? എക്സൈസ് സഹകരണ വകുപ്പ് മന്ത്രി ആരാണ്? എം ലിജു ആണ്. KM ഷാജി ആരാണ്? KM ഷാജി തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രിയാണ്. തദ്ദേശ സ്വയംഭരണ വകുപ്പ് ആരാണ്? KM ഷാജിയാണ്.
ഇനി വരുന്ന എക്സാമിന് കേരളത്തിലെ മന്ത്രിമാരും വകുപ്പുകളും ഇതിൽ നിന്ന് എന്തായാലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകും. അതുപോലെ ഇപ്പോൾ നിലവിലെ സംസ്ഥാനങ്ങളിലെ വകുപ്പ് ചുമതലയുള്ള മുഖ്യമന്ത്രിമാർ കുറേ സംസ്ഥാനത്തിൽ മാറിയിട്ടുണ്ട്. അതെല്ലാം നോട്ട് ചെയ്ത് വെക്കുക. എന്തായാലും അതിൽ നിന്നും ഒരു ചോദ്യോത്തരം തീർച്ചയായും ചോദിക്കുന്നതായിരിക്കും. താങ്ക്സ് ഫോർ വാച്ചിങ്.